മദ്രാസി ശിവകാർത്തികേയൻ്റെ ഏറ്റവും പുതിയ സിനിമ ഇന്നലെ തിയേറ്ററുകളിലെത്തി. ഇന്നലെ തിരുവോണമായിരുന്നു. കേരളത്തിലെ തിയേറ്ററുകളും ഷോ സമയമൊക്കെ ഈ സിനിമയ്ക്ക് വളരെ ശോകമായിരുന്നു. ചാർട്ടിങ്ങൊക്കെ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഓണം റിലീസുകൾ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോക അന്യായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അന്യായ റഷ് ബുക്കിങ്ങൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയപൂർവ്വം, ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം അത്യാവശ്യം ആൾ കയറുന്നുണ്ട്. അതിനും നല്ല രീതിയിൽ ആൾക്കാർ കയറുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഓണം റിലീസിൽ ഇതിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ് ഇന്നലെ തിരുവോണത്തിനന്ന് ശിവകാർത്തികേയൻ SKയുടെ പടം മദ്രാസി തിയേറ്ററുകളിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചാർട്ടിങ് തിയേറ്റർ ഷോ സമയമൊക്കെ കുറവായിരുന്നു. എനിക്ക് ഇന്നലെ വിചാരിച്ച സമയത്ത് പടം കാണാൻ, ഞാൻ ഇന്നലെ രാത്രി 12 മണിവരെ ഷോയാണ് ഞാൻ കയറി കണ്ടത്. അത് കയറി കാണാൻ കാരണം അത് SKയുടെ പടം ആയതുകൊണ്ടാണ്. കാരണം ഞാൻ SKയുടെ പടങ്ങളൊന്നും അങ്ങനെ തിയേറ്ററിൽ FD മിസ്സാകാറില്ല, ഫസ്റ്റ് ഡേ മിസ്സാകാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എനിക്ക് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ തിയേറ്റർ ചാർട്ടിങ് വിചാരിച്ച സമയത്തൊന്നും ഷോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാത്രി 12 മണിയിൽ ഷോയ്ക്ക് ഞാൻ കയറിയത്. അപ്പോൾ സിനിമയിലേക്ക് വരാം. മദ്രാസി കഥയും സംവിധാനമൊക്കെ മുരുകദാസ് തന്നെയാണ്. മുരുകദാസിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട സംവിധായകനാണ്. എനിക്കിപ്പോൾ ഒരുപാട് ആളുടെ പല പടങ്ങളും എനിക്ക് ഫേവറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയൊക്കെ ഈ പടത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ ശിവകാർത്തികേയൻ ഞാൻ ഫസ്റ്റിടെ തന്നെ പുള്ളിയുടെ പടങ്ങളൊക്കെ ഞാൻ കയറി കാണും. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ രാത്രി 12 മണി വരെ ഷോയ്ക്ക് കയറിയത്. സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ കഥ എന്ന് പറയണത് ലോജിക്ക് എന്ന് പറഞ്ഞ സാധനമേ ഈ പടത്തിൻ്റെ അകത്തില്ല. കഥയൊക്കെ വളരെ മോശമാണ്. കാരണം വെച്ചാൽ ഒരു ലോജിക്കും ഇല്ല, ഒട്ടും കൺവിൻസിങ് അല്ലാത്തൊരു സ്റ്റോറിയാണ്. പക്ഷേ ഈ പടത്തിൻ്റെ മേക്കിങ്, വിഷയം കിഡു മേക്കിംഗ് ആയിരുന്നു ഈ പടത്തിൻ്റെ. ഫൈറ്റ് സീൻസ്, ആക്ഷൻ സീൻസ് കാണാം. ആക്ഷൻ സീൻസ് മാത്രം കണ്ടാൽ തന്നെ കൊടുത്ത കാശ് മുതലാവും. ഞാൻ ഇവിടെ തൃശ്ശൂർ ജോസിൽ, അവിടുത്തെ ഒരു ജോസിൽ പടം കണ്ടവർക്ക് മനസ്സിലാവും. അവിടുത്തെ ഒരു സൗണ്ട് എഫക്റ്റും പിക്ചർ ക്വാളിറ്റിയൊക്കെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്തിനാണ് ജോസിൽ. ഞാൻ കൊടുത്ത 150 രൂപ എനിക്ക് ഫൈറ്റ് സീൻസ് മാത്രം കണ്ടപ്പോൾ മുതലായി. ആക്ഷൻ സീൻസൊക്കെ കിഡു. ശിവകാർത്തികേയൻ ഇങ്ങനെ കണ്ടിട്ടില്ല. SKയ്ക്കൊക്കെ ഇത്ര കിഡു ആക്ഷൻ മൂവി ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എനിക്ക് സംശയം. പുള്ളിയുടെ പടങ്ങൾ എന്ന് പറയുമ്പോൾ കോമഡി, റൊമാൻസ്, പിന്നെ ആക്ഷൻ ഇടയ്ക്ക് വരുന്ന ഇതങ്ങനെ ഇതൊരു മുഴുനീള ആക്ഷൻ പടമാണ്. SKയ്ക്ക് അന്യായ വല്ല വില്ലൻ, നമ്മുടെ തുപ്പാക്കിയിലെ വില്ലൻ, എനിക്ക് പുള്ളിയുടെ പേരെന്തായിരുന്നു, പുള്ളിയുടെ തുപ്പാക്കിയിലെ വില്ലൻ തന്നെയാണ് ഇതിലും വില്ലൻ. പുള്ളിക്ക് കൊടുത്തൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിങ് തന്നെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതായത് കുറച്ച് തോക്കുകൾ, ഗൺസ് കൊണ്ടുപോകുന്ന ഒരു കണ്ടെയ്നർ ബിജുമാനോനും ടീമും അങ്ങനെ അവർ പിടിക്കും. അവർ പോലീസാണ്. അപ്പോൾ അവർ പിടിക്കുമ്പോൾ അവിടെ വെച്ച് ഒരു ഫൈറ്റ്, അത് നമ്മൾ SK ആണ് വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത്. വില്ലൻ്റെ വില്ലൻ്റെ അവിടെ വെച്ചുള്ള ഫൈറ്റ്. എനിക്ക് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മേക്കിംഗ് പരിപാടികളിൽ ഈ പടം ടോപ്പിനെ ആയിരിക്കും. മേക്കിംഗ് ആക്ഷൻ സീൻസൊക്കെ അന്യായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് ആദ്യത്തെ ഫൈറ്റ്, വില്ലൻ്റെ സ്റ്റാർട്ടിങ് സീൻ തന്നെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ ശിവകാർത്തികേയൻ പറഞ്ഞു, പിന്നെ റൊമാൻസും പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിജുമാനോൻ ഈ പടത്തിനകത്ത് ത്രൂ ഔട്ട് റോൾ ഇടും. ഒരു മുഴുനീള റോളാണ് ബിജുമാനോന് കിട്ടിയിരിക്കുന്നത്. ബിജുമാനോന് കിട്ടിയ റോള് സൂപ്പർ റോളായിരുന്നു, അടിപൊളി റോളായിരുന്നു. എനിക്ക് തമിഴിലൊക്കെ ഇത്രയും വലിയ റോൾ പുള്ളിക്ക് ഇതിനു മുമ്പ് കിട്ടിയണോ തന്നെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. കിഡിലൻ ക്യാരക്ടറായിരുന്നു പുള്ളിക്ക് കൊടുത്തിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഥാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ലോജിക്കൊന്നും ഇല്ലാത്തൊരു കഥയാണ്. നമുക്ക് അങ്ങനെ കൺവിൻസിങ് ആവില്ല. കഥയുടെ ലോജിക്ക് നോക്കിയിട്ടാണ് പോകണമെങ്കിൽ നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകണ്ട, അത് ഞാൻ പറയുള്ളൂ. കഥയുടെ ലോജിക്ക് നോക്കണമെങ്കിൽ നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകണ്ട. കഥയുടെ ലോജിക്ക് നോക്കാതെ ഒരു മേക്കിങ്ങും ആക്ഷൻ സീൻസും ആസ്വദിക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് വിട്ടോ വെർത്ത് വാച്ചാണ്. കാരണം ആക്ഷൻ സീൻസ് മാത്രം കണ്ടാൽ തന്നെ നമ്മൾ കൊടുത്ത കാശ് മുതലാവും. ആ ഒരു രീതിയിലാണ് ഈ പടം പണി വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു ഭീകര സിനിമയൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥയൊക്കെ വിടൽ തന്നെയാണ്. ഒരു ഒട്ടും ലോജിക്കില്ലാതെ തലച്ചോറ് കഴിച്ചു വെച്ച് കാണേണ്ട കഥ തന്നെയാണ്. പക്ഷേ മേക്കിങ്ങും ആക്ഷൻ സീൻസും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. എല്ലാവരും സിനിമ കണ്ട് വിലയിരുത്തുക. ഓക്കെ.